അപ്പൊ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ചില രോഗങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ രോഗം കോളറയാണ്. കോളറയുടെ പോസിറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്, വിബ്രിയോ കോളറയാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ കോളറയും വിബ്രിയോ കോളറയാണ് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് ഓർത്തു വെക്കുക. അടുത്ത എലിപ്പനിയാണ്. എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് എലിപ്പനിക്ക് അറിയപ്പെടുന്നത്. അതിന്റെ രോഗകാരി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ എക്ടറോഹെമറേജി ആണ്. ലെപ്റ്റോസ്പൈറ എക്ടറോഹെമറേജി ആണ് അതിന്റെ രോഗകാരി എന്ന് ഓർത്തു വെക്കുക. അടുത്തത് ലെപ്രസി ആണ്, കുഷ്ഠം രോഗം. രോഗകാരി എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. മൈക്കോബാക്ടീരിയം ലെപ്രയാണ് അതിന്റെ രോഗകാരി അല്ലെങ്കിൽ പോസിറ്റീവ് ഏജന്റ് എന്ന് മനസ്സിലാക്കുക. ഇനി ടെറ്റനസ് അഥവാ കുതിരസനി. ടെറ്റനസ് എന്നതിന്റെ രോഗം കോസ് ചെയ്യുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ്. ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഒന്ന് കോളറ ഉണ്ടാക്കുന്ന രോഗകാരി വിബ്രിയോ കോളറെ. ഇനി എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറസ്. രോഗകാരി ഏതാണ്? ലെപ്റ്റോസ്പൈറസ് എക്ടറോഹെമറേജി ആണ്. ലെപ്റ്റോസ്പൈറ എക്ടറോഹെമറേജി ആണ് രോഗകാരി. അടുത്തത് കുഷ്ഠം അല്ലെങ്കിൽ ലെപ്രസി എന്ന് പറഞ്ഞ രോഗം ഉണ്ടാക്കുന്നത് മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. ഇനി ടെറ്റനസ് അഥവാ കുതിരസനി. ടെറ്റനസ് ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണെന്ന് ഓർത്തു വയ്ക്കുക.